നമസ്കാരം. സോഷ്യൽ മീഡിയയെ തന്നെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത്. മുൻ ബിഗ് ബോസ് താരവും ആർജെയും അവതാരകയുമായ ആർജെ ബിൻസിക്കെതിരെ അനീതിയുടെ വെളിപ്പെടുത്തലാണ്. മരിയ ബിജുവാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ബിൻസി തന്നെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ഏറെക്കാലമായി താൻ ഇത് അനുഭവിക്കുകയാണെന്നുമാണ് മരിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. ബിൻസിയുടെ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: കുറേ നാളായി ഞാൻ ഇതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വീഡിയോയിൽ കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ മേല് മുഴുവൻ ബിൻസി ഉപദ്രവിച്ചു, കൈയൊക്കെ കടിച്ചു പറിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുമില്ല. അവൾ പാട്ടുവെച്ച് സന്തോഷിച്ചിരിക്കുകയാണ്. കൊച്ചിലെ മുതൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് അനുഭവിക്കുന്നത്. വീഡിയോയിൽ കാണുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ മേല് മുഴുവൻ ഇതുപോലെയുള്ള പാടുകളാണ്. എൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ചു ഉപദ്രവിച്ചു. ആരും വീഡിയോ കണ്ട് വിശ്വസിക്കരുത്, എല്ലാം കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ് സഹോദരി പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പിന്നീട് അത് നീക്കം ചെയ്യപ്പെട്ടു. അൻസിഫ് മൂൺലൈറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലും ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു സഹോദരി മാത്രമാണ് ബിൻസിക്കുള്ളത്. ആലപ്പുഴ ADS കോളേജ് മൈക്രോബയോളജി വിഭാഗം വിദ്യാർത്ഥിനിയാണ് മരിയ. എല്ലാ പൊതുപരിപാടികളിലും ബിൻസി കുടുംബസമേതമാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ബിൻസിയുടെ കുടുംബം പ്രേക്ഷകർക്ക് സുപരിചിതമാണ്. ബിൻസിയുടെ റീൽ വീഡിയോകളിലും വ്ലോഗുകളിലും സഹോദരി മരിയ സ്ഥിരം സാന്നിധ്യം തന്നെയാണ്. ഇരുവരും ഒരുമിച്ച് അടുത്തിടെ ബുള്ളറ്റ് വാങ്ങാൻ പോയതും വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതിനിടെ രണ്ടുപേരും ബൈക്കുമായി വീഴാൻ പോകുന്ന രംഗങ്ങളും അടുത്തിടെ വൈറലായിരുന്നു. സഹോദരി എന്നതിലുപരി മകളെ പോലെയാണ് ബിൻസി മരിയയെ കൊണ്ടു നടക്കാറുള്ളതും. അതുകൊണ്ട് തന്നെ മരിയയുടെ ഈ വീഡിയോ ഇവരുടെ ഫോളോവേഴ്സിലും അതിശയമുണ്ടാക്കിയിരിക്കുകയാണ്. റീലും റിയാലിറ്റിയും വ്യത്യസ്തമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് മരിയയുടെ വീഡിയോ കണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്ന കമന്റുകളും. ഫാമിലി വ്ളോഗേഴ്സിന് ഇടയിൽ പതിവായി കണ്ടുവരാറുള്ള ഒന്നുകൂടിയാണ് കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുക, പ്രശ്നങ്ങൾ വഷളാക്കുക, റീച്ച് ഉണ്ടാക്കുക എന്നത്. ബിൻസിയുടെ സഹോദരി മരിയയും MC-യായി സജീവമാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ബിൻസിയുടെ പിതാവ്. ചാച്ചൻ്റെ ഓട്ടോയും ബിൻസിയും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ പോപ്പുലറാണ്. അടുത്തിടെയാണ് ബിൻസിയും കുടുംബവും കഠിനാധ്വാനത്തിലൂടെ പുതിയൊരു വീട് സ്വന്തമാക്കിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ബിൻസി എത്തിയതെങ്കിലും അതിവേഗത്തിൽ പുറത്തായി. അവതാരകരെ കണ്ടെത്താനുള്ള സ്വകാര്യ ചാനൽ റിയാലിറ്റി ഷോയിലൂടെയാണ് ബിൻസി ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നീട് ബിഗ് ബോസിലൂടെ കൂടുതൽ പ്രശസ്തയാകുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് ബിൻസി. ഇടയ്ക്കിടെ ചില വിവാദങ്ങളിലും പെടാറുണ്ട്. അടുത്തിടെ ഭാവി വരനെക്കുറിച്ച് ബിൻസി പറഞ്ഞ വാക്കുകൾ വൈറലായിരുന്നു. തന്നെ കെട്ടുന്നവന് മാസം 50,000 രൂപ അങ്ങോട്ട് കൊടുക്കും എന്നാണ് ബിൻസി പറഞ്ഞത്. എനിക്ക് പാർട്ണറില്ല, ഒറ്റയ്ക്കാണ്, ഞാൻ വെയിറ്റിംഗ് ആണ്. എനിക്ക് 27 വയസ്സാണുള്ളത്. 30 വയസ്സുള്ളൊരു ചേട്ടനെ കിട്ടിയാൽ സന്തോഷം. ഏജും ജോലിയും ഒന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളണം. ജോലിക്ക് പോകാൻ മടിയുള്ള ആളാണെങ്കിൽ ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ചിലവിന് തരും. പക്ഷേ എന്നെ സ്നേഹിക്കണം, കെയർ ചെയ്യണം. മാസം 50,000 രൂപ വരെ കൊടുക്കാം എന്നൊക്കെയാണ് ബിൻസി പറഞ്ഞതും. എന്തായാലും ഈ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അടുത്തിടെ നടന്ന താരങ്ങൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾക്കിടയിൽ ഇങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നതും കുടുംബത്തെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വലിച്ചൊഴിച്ച് റീച്ച് ഉണ്ടാക്കുന്ന ഒരു രീതി ഇപ്പോൾ കുറച്ച് അധിക നാളുകളായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ളത് ഇനി കണ്ടിരുന്ന് തന്നെ കാണാം. ബിൻസിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.